ഫ്രണ്ട്സ്, നമ്മളിന്ന് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ യൂക്കാരിയോട്ടിക് സെൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിലാണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് ഓർഗാനിസംസിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് സെല്ല് കാണപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? മുനീറ ഒഴിച്ച് ബാക്കി എല്ലാ കിങ്ഡംസിലും കാണാം അല്ലേ? മുനീറ അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഒക്കെ പ്രൊക്കാരിയോട്ടിക് സെൽസിനകത്ത് വന്നു. ഇനി വരുന്നത് പ്രൊട്ടിസ്റ്റ, ഫഞ്ച്, പ്ലാന്റ്, അനിമല്ല. ഇവരെല്ലാവരും യൂക്കാരിയോട്സ് ആണ്. ഇവർക്കെല്ലാം യൂക്കാരിയോട്ടിക് സെല്ലാണുള്ളത്. അപ്പോൾ എന്താണ് യൂക്കാരിയോട്ടിക് സെൽ? സെൽ വിത്ത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് അല്ലേ? നല്ല ഡെഫിനിറ്റ് ആയിട്ടൊരു ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. ക്ലിയർ ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്. പിന്നെ യൂക്കാരിയോട്ടിക് സെൽസ് മോർ കോംപ്ലക്സ് ആണെന്നൊക്കെ നമ്മൾ കണ്ടു. പ്രൊക്കാരിയോട്സിനെയും യൂക്കാരിയോട്സിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ യൂക്കാരിയോട്ടിക് സെൽസിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? പ്രൊട്ടിസ്റ്റ, ഫംഗസ്, പിന്നെ പ്ലാന്റ്സ്, ആനിമൽസ്, ഇവരെല്ലാം യൂക്കാരിയോട്സിനകത്ത് വരുന്നവരാണ്. ഓക്കെ, ബാക്കി എല്ലാ 4 കിങ്ഡംസും. ഓക്കെ, ഇനി എന്താണ് യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത? പ്രൊക്കാരിയോട്ടിക് സെല്ലിനെ വെച്ച് നോക്കുമ്പോൾ കോംപ്ലക്സ്ഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ദർ ഈസ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിനും ഒക്കെ ഉണ്ടല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പ്രൊക്കാരിയോട്സ് എന്നും യൂക്കാരിയോട്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ എന്താണ്? ദർ ഈസ് കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് സൈറ്റോപ്ലാസം ത്രൂ ദ പ്രസൻസ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് മറ്റൊരു പ്രത്യേകത? കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം പല കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ആൻഡ് നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ്. നമ്മൾ പ്രൊക്കാരിയോട്സിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, പ്രൊക്കാരിയോട്സിനകത്ത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് ഒന്നുമില്ല അല്ലേ? ഒരുപാട് ഓർഗനലൈസ് ഒന്നുമില്ല. ഉള്ള ഓർഗനലൈസ് ഏതാണ്? റൈബോസോമാണ്. എന്നാൽ യൂക്കാരിയോട്സിനകത്ത് ഒരുപാട് ഓർഗനലൈസ് ഉണ്ട്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് എന്നും നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് എന്നും അതുപോലെ തന്നെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഓർഗനലൈസ് ഉള്ളത് കൊണ്ട് തന്നെ സൈറ്റോപ്ലാസം പല രീതിയിലുള്ള കമ്പാർട്ട്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. സൈറ്റോപ്ലാസിലൊരു കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ഉണ്ട്. അത് നമ്മൾ എൻഡോ മെംബ്രെയിൻ, ചെവിയിൽ എന്തോ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഒരു ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്, and there is compartmentalization of cytoplasm, and genetic material is organized into chromosomes. Genetic material chromosomes ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ അല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലാണ് യൂക്കാരിയോട്സിനകത്തുള്ളത് അല്ലേ? ഓക്കെ, ആൻഡ് ദർ ആർ കോംപ്ലെക്സ് ലോക്കോമോട്ടറി ആൻഡ് സൈറ്റോസ്കെലറ്റൽ സ്ട്രക്ചേഴ്സ് ഇൻ യൂക്കാരിയോട്ടിക് സെൽ. കോംപ്ലെക്സ്ഡ് ആയിട്ടുള്ള ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സും സൈറ്റോസ്കെലറ്റൽ സ്ട്രക്ചേഴ്സും ഒക്കെ നിങ്ങൾക്ക് യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ പോകെ പഠിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഓൾ യൂക്കാരിയോട്ടിക് സെൽസ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊട്ടിസ്റ്റും ഫംഗസും പ്ലാന്റ്സും അനിമൽസും ഒക്കെ യൂക്കാരിയോട്ടിക് എന്ന കാറ്റഗറിയിൽ വരുന്നവരാണ്. ഇവർക്കെല്ലാം യൂക്കാരിയോട്ടിക് സെല്ലാണുള്ളതെന്ന് പറഞ്ഞു. ബട്ട് എന്നിരുന്നാലും ഈ സെല്ലെല്ലാം, യൂക്കാരിയോട്ടിക് സെൽസ് എല്ലാം ഒരേപോലെയല്ല. അപ്പോൾ പ്ലാന്റ്സിലെയും ആനിമൽസിലെയും സെല്ലെടുത്ത് കഴിഞ്ഞാൽ യൂക്കാരിയോട്ടിക് സെൽസ് തന്നെയാണ്. എന്നിരുന്നാലും അതിൽ ഡിഫറൻസസ് ഉണ്ടല്ലോ. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ്. ഈവൻ ദോ ദേ ആർ യൂക്കാരിയോട്ടിക് സെൽസ്, റൈറ്റ്? അപ്പോൾ എന്തൊക്കെ ഡിഫറൻസസ് ആണ് നിങ്ങൾ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുള്ളത്? പ്ലാന്റ് സെല്ലിൽ സെൽ വോൾ ഉണ്ട്, എന്നാൽ ആനിമൽ സെല്ലിൽ സെൽ വോൾ ഇല്ല. ആനിമൽ സെല്ലിൻ്റെ ലാസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്, എന്നാൽ പ്ലാന്റ് സെല്ലിൻ്റെ ലാസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് സെൽ വോൾ ആണ്. അതുപോലെ തന്നെ ഫംഗസിലും ഉണ്ട് സെൽ വോൾ, വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, ഇനി പ്ലാന്റ് സെല്ലിൽ പ്ലാസ്റ്റിഡ്സ് പ്രസൻ്റ് ആണ്, ലൈക്ക് കളേർഡ് ബോഡീസ്. അതിനെ നമ്മൾ പ്ലാസ്റ്റിഡ്സ് എന്നാണ് പറയുക. ക്ലോറോപ്ലാസ്റ്റ് നിങ്ങൾ പഠിച്ചില്ലേ? അതൊരു എക്സാമ്പിളാണ്. പ്ലാന്റ് സെല്ലിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞ ഓർഗനലൈസ് ഉണ്ട്, എന്നാൽ ആനിമൽ സെൽസിൽ പ്ലാസ്റ്റിഡ്സ് ആബ്സെൻ്റ് ആണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇനി പ്ലാന്റ് സെല്ലിൽ ഒരു ലാർജ് സെൻട്രലൈസ്ഡ് വാക്യൂൾ ഉണ്ട്. പ്ലാന്റ് സെല്ലിൻ്റെ പ്രത്യേകത തന്നെ അതാണ് അല്ലേ? വാക്യൂൾസ് അവർക്കുണ്ട്. വാക്യൂൾ ഫോർ ദ സ്റ്റോറേജ് ഓഫ് വാട്ടർ ഓർ ഓർഗാനിക് ന്യൂട്രിയൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. പ്ലാന്റ് സെല്ലിൽ ഒരു ലാർജ്, വളരെ വലുതായതും സെൻട്രലൈസ്ഡ് ഉള്ള സെൻട്രൽ, പ്ലാന്റ് സെല്ലിൻ്റെ സെൻറ്ററിൽ തന്നെ കാണപ്പെടുന്നതായിട്ടുള്ള വാക്യൂൾ ഉണ്ട്. എന്നാൽ ആനിമൽ സെൽസിൽ വാക്യൂൾസ് ആബ്സെൻ്റ് ആണ്. ഇനി ആനിമൽ സെല്ലിലുള്ളതും പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്ത മറ്റൊരു സംഗതിയാണ് എന്ത്? സെൻട്രിയോൾ. ആനിമൽ സെല്ലിൽ സെൻട്രിയോൾസ് ഉണ്ട്, എന്നാൽ പ്ലാന്റ് സെല്ലിൽ സെൻട്രിയോൾസ് ഇല്ല. അപ്പോൾ പ്ലാന്റ് സെൽസിലുള്ള കുറച്ച് സംഗതികൾ ആനിമൽ സെൽസിലില്ല, ആനിമൽ സെൽസിലുള്ള കുറച്ച് സംഗതികൾ പ്ലാന്റ് സെൽസിലും ഇല്ല. ഈവൻ ദോ ബോത്ത് ഓഫ് ദം ആർ യൂക്കാരിയോട്ടിക് സെൽസ്. അപ്പോൾ ബാക്കിയെല്ലാ കാര്യത്തിലും അവർ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഡിഫറൻസസ് മാറ്റി നിർത്തിയാൽ. ഓക്കെ, ഇത് നമുക്ക് സെല്ലിൻ്റെ സ്ട്രക്ചർ പഠിക്കാം. നമുക്ക് ബൗണ്ടറീസിൽ നിന്ന് തുടങ്ങാം. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ സെൽ വോൾ ആണ് ഫസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് സെൽ മെംബ്രെയിനും പിന്നെ സൈറ്റോപ്ലാസം ഒക്കെ വരുന്നത്. അനിമൽ സെല്ലിലാണെങ്കിൽ ഒരേ ഒരു ബൗണ്ടറി ഉള്ളൂ, അത് സെൽ മെംബ്രെയിൻ ആണ് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ്.
അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആനിമൽ സെല്ലിൻ്റെയും പ്ലാന്റ് സെല്ലിൻ്റെയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതി അല്ലേ. പ്ലാന്റ് സെല്ലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് യൂക്കാരിയോട്ടിക് സെൽസിനകത്തേക്ക് ആഡ് ചെയ്യാറുണ്ട്. ലൈക്ക് സെൽ വോൾ, പ്ലാസ്റ്റിഡ്സ്, വാക്യൂൾസ്, ഇതൊക്കെ. അതുപോലെ ആനിമൽ സെല്ലിൻ്റെ കേസിലാണ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് സെൻട്രിയോൾസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് സെൽ മെംബ്രെയിൻ ആണ്. അപ്പോൾ സെൽ മെംബ്രെയിനെ കുറിച്ച് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു 1950s കൂടിയാണ്. 1950s ആ സമയത്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ വന്നത്. അപ്പോൾ നമുക്ക് സെല്ലിൻ്റെ അൾട്രാ സ്ട്രക്ചർ പഠിക്കണമെങ്കിൽ എപ്പോഴും ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം. അപ്പോൾ സെല്ലൊന്ന് ജസ്റ്റ് കാണണം, സെല്ലൊന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നോർമൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് മതി. ബട്ട് അതിൻ്റെ അൾട്രാ സ്ട്രക്ചർ, ഇൻസൈഡ് സ്ട്രക്ചർ നമുക്ക് കാണണമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് തന്നെ വേണം. അപ്പോൾ 1950s ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ അഡ്വാൻസ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ സെല്ലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ഹ്യൂമൻ RBCs ആണ്, ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽസ് ആണ്. അങ്ങനെ പ്ലാസ്മ മെമ്പറിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ ഇരിക്കുക അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഇരിക്കുക, അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ്, നമ്മുടെ സ്റ്റഡീസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. സെൽ മെംബ്രെയിൻ or പ്ലാസ്മ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെയിൻലി ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ്സ് കൊണ്ടും പ്രോട്ടീൻസ് കൊണ്ടുമാണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ കോമ്പണൻസ് ഇൻ ദ സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ? ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ്സിൽ ഏത് ടൈപ്പ് ഓഫ് ലിപ്പിഡാണ് മേജറായിട്ടും കാണപ്പെടുന്നത്? മെയിനായിട്ടും കാണപ്പെടുന്ന ലിപ്പിഡ് ഫോസ്ഫോ ലിപ്പിഡ്സ് ആണ്. നമ്മൾ ബയോമോളിക്യൂൾസ് പഠിച്ചപ്പോൾ ലിപ്പിഡ്സിൻ്റെ പല കാറ്റഗറീസും കണ്ടായിരുന്നു അല്ലേ. സിമ്പിൾ ലിപ്പിഡ്സ്, കോഞ്ചുഗേറ്റഡ് ലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കോഞ്ചുഗേറ്റഡ് ലിപ്പിഡ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ലിപ്പിഡ്സിനകത്ത് വരുന്നവരാണ് ഫോസ്ഫോ ലിപ്പിഡ്സ് അല്ലേ. ലിപ്പിഡ് പ്ലസ് നോൺ ലിപ്പിഡ് പാർട്ട്. അപ്പോൾ ഫോസ്ഫോ ലിപ്പിഡാണ് മേജർ ലിപ്പിഡ് പ്രസൻറ്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ. ഓക്കെ, ഈ ഫോസ്ഫോ ലിപ്പിഡ്സ് ഒരു ബൈലെയർ ആയിട്ടാണ് സെൽ മെംബ്രെയിനിൽ കാണപ്പെടുക. എങ്ങനെയാണ് കാണപ്പെടുക? ബൈലെയർ ആയിട്ട്. അപ്പോൾ ഫോസ്ഫോ ലിപ്പിഡ്സിൻ്റെ 2 ലെയർ ഉണ്ട് സെൽ മെംബ്രെയിനിൽ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആ ലെയർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സെൽ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കാം. സെൽ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഫോസ്ഫോലിപ്പിഡിൻ്റെ ബൈലെയർ ഉണ്ട്. ഈ കാണുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. ഓക്കെ, ഈ ബൈലെയറിൽ ലിപ്പിഡിന് 2 പോർഷൻസ് ഉണ്ട്. ഒന്ന് ഹൈഡ്രോഫിലിക് റീജിയൻ, മറ്റത് ഹൈഡ്രോഫോബിക് റീജിയൻ. എന്താണ് ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ്, വാട്ടറിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന റീജിയൻ. ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത് വാട്ടർ ഹേറ്റിംഗ്, വാട്ടറിൽ നിന്നും മാറി നിൽക്കുന്ന റീജിയൻ. അങ്ങനെ 2 പോർഷൻസ് ഉണ്ട് ലിപ്പിഡ്സിന്. അപ്പോൾ ഈ പോർഷൻ നമ്മൾ ഹെഡ് റീജിയൻ എന്നാണ് പറയുക. ഓക്കെ, എന്താ ഹെഡ് റീജിയൻ? അത് പോളാർ ആണ്. പോളാർ മീൻസ് അൺചാർജ്. ദാറ്റ് മീൻസ് പോളാർ ഹെഡ് റീജിയൻ. ഇത് ഹെഡ് റീജിയൻ. അതെന്താണ്? അത് ഹൈഡ്രോഫിലിക് ആണ്. ഓക്കെ, ഹെഡ് റീജിയൻ ഈസ് ഹൈഡ്രോഫിലിക്. That means water loving. It faces towards the outer side of the membrane. Outside of the membrane. കണ്ടോ, ഇത് മെംബ്രെയിൻ്റെ ഔട്ട്സൈഡിലേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ഹെഡ് റീജിയൻ ഉണ്ടല്ലോ. ഈ ലെയർ നോക്കുക, ഇത് മറ്റൊരു ലെയർ ആണല്ലേ ലിപ്പിഡിൻ്റെ. അതും എങ്ങോട്ടാണ് ഫേസ് ചെയ്തിട്ടുള്ളത്? മെംബ്രെയിൻ്റെ ഔട്ട്സൈഡ്. ഇവിടുത്തെ മെംബ്രെയിൻ്റെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ആണ്. എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്, അതായത് സെല്ലിന് പുറത്തുള്ള റീജിയൻ അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ എപ്പോഴും നമുക്കറിയാമല്ലേ, സെൽസൊക്കെ എപ്പോഴും കിടക്കുന്ന ഒരു ഫ്ലൂയിഡ് മീഡിയത്തിലാണ്. ടിഷ്യൂ ഫ്ലൂയിഡ് എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. 2 സെൽസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് ഒരു വാട്ടർ കണ്ടൻറ്റ്, ഒരു വാട്ടർ മീഡിയം ഉണ്ട്. അപ്പോൾ സെല്ലിന് പുറത്ത് വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹെഡ് റീജിയൻ ഫേസ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? സെല്ലിനകത്തോട്ടാണ് അല്ലേ. അതും മെംബ്രെയിൻ്റെ പുറത്താണ്, മെംബ്രെയിൻ്റെ പുറത്തോട്ടാണ്. ആ മെംബ്രെയിൻ്റെ പുറം എന്ന് പറയുന്നത് ഏതാണ്? സൈറ്റോപ്ലാസമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സെല്ലിന് പുറത്ത് എന്താണുള്ളത്? ECM, എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. അവിടെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഈ ഹൈഡ്രോഫിലിക് റീജിയൻ ഫേസ് ചെയ്തിട്ടുള്ളത് അതും മെംബ്രെയിൻ്റെ പുറത്തോട്ടാണ്. അതെങ്ങോട്ടാണ്? സൈറ്റോപ്ലാസത്തിലേക്കാണ് അല്ലേ. അവിടെയും വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. മനസ്സിലായോ? സെൽ മെംബ്രെയിന് ഇരുവശമായിട്ട് എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇനി ഇത് ടെയിൽ റീജിയൻ. ഈ പോർഷനാണ് നമ്മൾ ടെയിൽ റീജിയൻ എന്ന് പറയുന്നത്. ഇത് ഹൈഡ്രോഫോബിക് ആണ്, വാട്ടർ ഹേറ്റിംഗ് ആണ്. ഓക്കെ, this is charged region, charged or non-polar. Okay, charged non-polar tail region. മനസ്സിലായോ? Charged non-polar tail regions of the lipid
ഫേസസ് ടുവേർഡ്സ് ദ ഇൻസൈഡ്. അവിടെ വാട്ടർ കണ്ടന്റ് ഇല്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടോ, ഹെഡ് റീജിയൻ വാട്ടർ കണ്ടന്റിലേക്ക് ഫേസ് ചെയ്തിട്ട് ടെയിൽ റീജിയൻ away from the water content, away from water അല്ലേ. that means that faces towards the inside, interior of the membrane. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ഈ അറേഞ്ച്മെൻറ്റ്? ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആയിട്ടാണ്. ലിപ്പിഡ് ബൈലെയറിൽ ഒരു ഹൈഡ്രോഫിലിക് റീജിയൻ ഉണ്ട്, ഹൈഡ്രോഫോബിക് റീജിയൻ ഉണ്ട്. ഹെഡ് റീജിയൻ എപ്പോഴും ഹൈഡ്രോഫിലിക് ആണ്, ടെയിൽ റീജിയൻ ഹൈഡ്രോഫോബിക് ആണ്. സോ ഹെഡ് റീജിയൻ ഫേസസ് ടുവേർഡ്സ് ദ വാട്ടർ കണ്ടന്റ് അല്ലേ, വാട്ടർ മീഡിയത്തിലേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ ടെയിൽ റീജിയൻ അവേ ഫ്രം ദ വാട്ടർ. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് മേജർ ലിപ്പിഡ്സ് പ്രസന്റ് ഇൻ ദ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. അതുകൂടാതെ വേറെ ലിപ്പിഡ്സ് ഉണ്ട്, ലൈക്ക് ഗ്ലൈക്കോലിപ്പിഡ്സ് നമുക്ക് കാണാം സെൽ മെംബ്രെയിനിൽ, ഗ്ലൈക്കോലിപ്പിഡ്സ്. ഓക്കെ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ എന്താണ്? ഡിറൈവ്ഡ് ലിപ്പിഡാണ് അല്ലേ. ഗ്ലൈക്കോലിപ്പിഡ്സ് അതും ഒരു കോൺജുഗേറ്റഡ് ഒരു കോംപ്ലക്സ് ലിപ്പിഡാണ്. അപ്പോൾ ഈ ലിപ്പിഡ്സ് ഒക്കെ സെൽ മെംബ്രെയിനിലുണ്ട്. എന്നിരുന്നാലും മേജർ ലിപ്പിഡ് കണ്ടന്റ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഇനി സെൽ മെംബ്രെയിനിൻ്റെ കോമ്പോസിഷനകത്ത് വരുന്ന മേജർ ബയോമോളിക്യൂൾ ഏതാണ്? പ്രോട്ടീൻസ് ആണ് അല്ലേ. പ്രോട്ടീൻസ് രണ്ട് ടൈപ്പിലുണ്ട്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസും പെരിഫറൽ പ്രോട്ടീൻസും. എന്താണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്? ഇൻ്റഗ്രൽ ഇൻസൈഡ്, ഇൻ്റഗ്രൽ. Peripheral means outside, surface. Okay. So integral proteins, they are partially or totally buried in the membrane. Cell membrane partially പകുതിയോ അല്ലെങ്കിൽ ഫുള്ളിയോ കംപ്ലീറ്റ്ലിയോ ബറി ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. അപ്പോൾ ഇതാ സെൽ മെംബ്രെയിൻ നിങ്ങൾക്കൂടെ കാണാം അല്ലേ. ഇതാ ലിപ്പിഡ് ബൈലെയർ. അതിനകത്ത് നിങ്ങൾക്ക് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആയി കാണുന്നത് കണ്ടോ, മെംബ്രെയിനകത്ത് ഇങ്ങനെ കുത്തി നിർത്തിയേക്കുക, മെംബ്രെയിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അല്ലേ. ദേ ആർ പാർഷ്യലി ഓർ ടോട്ടലി ബറിഡ് ഇൻ ദ മെംബ്രെയിൻ. ഓക്കെ. ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ് ഓൺ ദ അതർ ഹാൻഡ് ദേ ലൈ ഓൺ ദ സർഫസ് ഓഫ് ദ മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് പെരിഫറൽ പ്രോട്ടീൻസ്. ഈ കാണുന്നവരൊക്കെ പെരിഫറൽ പ്രോട്ടീൻസ് ആണ്. ഓക്കെ. രണ്ട് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ്. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആർ പാർഷ്യലി ഓർ ടോട്ടലി കംപ്ലീറ്റ്ലി ബറിഡ് ഇൻ ദ സെൽ മെംബ്രെയിൻ. Peripheral proteins on the other hand, they are seen on the surface of the membrane. Is that clear? Yes. And the proteins in them, lipids in them ratio that will vary depending upon the different types of cells. Different types of cells അനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് സെല്ലാണ് അതെന്നതിന് അനുസരിച്ച് പ്രോട്ടീൻസിൻ്റെയും ലിപ്പിഡ്സിൻ്റെയും റേഷ്യോ, എന്തോരം പ്രോട്ടീൻസ് ഉണ്ട് എന്തോരം ലിപ്പിഡ്സ് ഉണ്ട് എന്നത് വേരി ചെയ്യും. അപ്പോൾ നമ്മൾ ആർ ബി സിയുടെ സെൽ മെംബ്രെയിനിലെ പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും നോക്കുകയാണെങ്കിൽ ആർ ബി സിയുടെ സെൽ മെംബ്രെയിനിൽ, പ്ലാസ്മ മെംബ്രെയിനിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്? 52% ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ 40% ഓഫ് ലിപ്പിഡ്സും ഉണ്ട്. ഈ ഒരു സെയിം കണക്കായിരിക്കില്ല മറ്റ് സെല്ലിൻ്റെ അല്ലെ സെൽസിൻ്റെ സെൽ മെംബ്രെയിനുള്ള പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ, അത് വേരി ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചു സെൽ മെംബ്രെയിൻ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഏറ്റവും കൂടുതൽ സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്നത് ലിപ്പിഡ്സും ലൈക്ക് ഫോസ്ഫോലിപ്പിഡ്സും പ്രോട്ടീൻസും ഒക്കെയാണ്. ഇതുപോലെ തന്നെ സെൽ മെംബ്രെയിനിൽ നമുക്കൊരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സും കാണാനായിട്ട് പറ്റും. ഒരുപാടൊന്നുമില്ല, ലൈക്ക് ഷുഗർ യൂണിറ്റ്സ് അല്ലേ, കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് സെൽ മെംബ്രെയിനിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പറയാം സെൽ മെംബ്രെയിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ഓൾ ദ 3 ബയോമോളിക്യൂൾസ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. ഇവരെല്ലാം സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും ഒക്കെ തന്നെയാണ്. ഇനി സെൽ മെംബ്രെയിനിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് മോഡൽ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള 2 സയൻറ്റിസ്റ്റാണ് എസ്.ജെ. സിംഗർ ആൻഡ് ദെൻ ജി.എൽ. നിക്കോൾസൺ. പേര് മറന്നു പോകരുത്, സിംഗർ ആൻഡ് നിക്കോൾസൺ. ദേ പ്രപ്പോസ്ഡ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് അവർ പ്രപ്പോസ് ചെയ്തത്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അപ്പോൾ എന്താണിത് പറയുന്നത്? ദ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ്സ് enables lateral movement of proteins within the overall bilayer. അപ്പോൾ ലിപ്പിഡ്സിന് ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട് അല്ലേ. ലിപ്പിഡ്സ് എന്ത് നേച്ചറാണ് കാണിക്കുന്നത്? ഫ്ലൂയിഡ് നേച്ചറാണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലൂയിഡ് നേച്ചർ ഉള്ളത് കൊണ്ട് അത് പ്രോട്ടീൻസിനെ ഈ ലിപ്പിഡ് ബൈലെയറിൽ ഒന്ന് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. ദ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ്സ് enables lateral movement of proteins. പ്രോട്ടീൻസിൽ ലാറ്ററലി മൂവ് ചെയ്യാനായിട്ട് പറ്റും, ചെറിയ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് കാണിക്കാനായിട്ട് പറ്റും ബിക്കോസ് ഓഫ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് ദിസ് ലിപ്പിഡ്സ്, ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ്സ്. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയുന്നത്.
അപ്പം ഈ മൊസൈക്ക് എന്ന് പറയുന്നത് ഇതുണ്ട്, പ്രോട്ടീൻസും ലിപ്പിഡ്സ് ഒക്കെ ചേർന്ന ഒരു മൊസൈക്ക് അപ്പിയറൻസ് ആണ് കൊടുക്കുക. ഓൾറെഡി ഫ്ലൂയിഡിറ്റി ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിലൊരു മൊസൈക്ക് അപ്പിയറൻസും കൂടെ. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. ദസ് എബിലിറ്റി ടു മൂവ് വിത്തിൻ ദ മെംബ്രെയിൻ ഈസ് മെഷേർഡ് ആസ് ഫ്ലൂയിഡിറ്റി. ഇപ്പോൾ പ്രോട്ടീൻസിന് മെംബ്രെയിനിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദസ് എബിലിറ്റി ടു മൂവ് വിത്തിൻ ദ മെംബ്രെയിൻ ഈസ് മെഷേർഡ് ആസ് ഫ്ലൂയിഡിറ്റി. അതിനെയാണ് ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. And this fluid nature of cell membrane or plasma membrane is very important for all the cellular functions, like cell divide ചെയ്യണമെങ്കിൽ, okay, cell growth and formation of intracellular junctions, cell junctions form ചെയ്യണമെങ്കിൽ ഫ്ലൂയിഡിറ്റി ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെല്ലിനകത്തേക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ലൈക്ക് എൻഡോസൈറ്റോസിസ് എന്ന് നമ്മൾ പറയും. സെല്ലിനകത്തേക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ, സെല്ലിനകത്ത് എന്തെങ്കിലും സെക്രീറ്റ് ചെയ്യണമെങ്കിൽ, ഇതിനൊക്കെ ഈ ഫ്ലൂയിഡിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സെൽ മെംബ്രെയിൻ ഒരു ഫ്ലൂയിഡ് നേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, ഒരു ജെല്ലി ലൈക്ക് ഇതുപോലെ അതിങ്ങനെ വരും, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തും റെഡ്യൂസ് ചെയ്തൊക്കെ വരും. ഓക്കെ, ഇനി നമുക്ക് സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം സെൽ മെംബ്രെയിൻ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ ബിക്കോസ് ഇറ്റ് അലോസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് സർട്ടൻ സബ്സ്റ്റൻസസ് ഓൺലി ത്രൂ ദ മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില സബ്സ്റ്റൻസിന് മാത്രമേ ഇത് അലോ ചെയ്യത്തുള്ളൂ ഫോർ ദ ട്രാൻസ്പോർട്ട് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ? സെലക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്. സെലക്റ്റീവ് ആണല്ലേ, സെലക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്. അത് രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന് പാസീവ് ട്രാൻസ്പോർട്ട്, മറ്റത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്താണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ അല്ലേ. അതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. വിത്തൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി ഒന്നും ഉപയോഗിക്കാതെ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് ട്രാൻസ്പോർട്ടിങ് മെക്കാനിസംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ് ഫിസിയോളജിയിൽ, ട്രാൻസ്പോർട്ടിങ് പ്ലാന്റ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഇതൊക്കെ പാസീവ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിൾസ് ആണ്. ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്, സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വളരെ ബ്രീഫായിട്ടുള്ള ഐഡിയ ഞാൻ തരത്തുള്ളൂ കേട്ടോ ഈ ട്രാൻസ്പോർട്ടിനെ കുറിച്ച്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടിങ് പ്ലാൻസിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും പറയാം, പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അവിടെ എനർജി ആവശ്യമില്ല. ഓക്കെ, അത് രണ്ട് ടൈപ്പിൽ നടക്കാം, ഡിഫ്യൂഷൻ വഴിയും ഓസ്മോസിസ് വഴിയും. ഡിഫ്യൂഷൻ എന്താണ്? ഈ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ കൊടുക്കുക. പാസീവ് ട്രാൻസ്പോർട്ടാണ്, ദാറ്റ് മീൻസ് ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ടാണ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വിത്തൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. അവിടെ ATP ആവശ്യമില്ല, എനർജിയുടെ ആവശ്യമില്ല. ഓക്കെ, ഡിഫ്യൂഷൻ തന്നെ രണ്ട് വിധത്തിലുണ്ട്, സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ, മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എനർജി ഒന്നും ഉപയോഗിക്കാതെ, എനർജി ഒന്നും യൂസ് ചെയ്യാതെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ലൈക്ക് ഓക്സിജൻ മോളിക്യൂൾസ്, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ഡിഫ്യൂസ് ചെയ്ത് മെംബ്രെയിൻ അക്രോസ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ പറ്റുന്നവരാണ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ. അതായത് നമുക്കറിയാം ലിപ്പിഡ് ബൈലെയർ ആണല്ലേ സെൽ മെംബ്രെയിനിൽ മെയിനായിട്ടുള്ളത്. ദാറ്റ് മീൻസ് ലിപ്പിഡ്സിനകത്ത് സോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് സെൽ മെംബ്രെയിനിന് അക്രോസ് ആയിട്ട് പോകും. ലിപ്പിഡ്സിൽ സോലുബിൾ ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ഹൈഡ്രോഫോബിക് സബ്സ്റ്റൻസസ്, ഹൈഡ്രോഫിലിക് അല്ല, ഹൈഡ്രോഫോബിക് സബ്സ്റ്റൻസസ്. ലിപ്പിഡ്സിൽ സോലുബിൾ ആയിട്ടുള്ളവരൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് സെൽ മെംബ്രെയിനിൽ കൂടെ ക്രോസ് ചെയ്ത് പോകും വിത്തൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. ഓക്കെ, ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പറയുന്നത് ഹൈഡ്രോഫിലിക് മോളിക്യൂൾസിനെ കുറിച്ചാണ് കേട്ടോ. വാട്ടർ ലവിങ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കുറിച്ചാണ്. അതും ഒരു ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ആണ്. ഇവിടെ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് തന്നെയാണ് പോകുന്നത് വിത്തൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ അവരുടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യപ്പെടണം. അവരുടെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരിയർ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോടുകൂടി നടക്കുന്ന ട്രാൻസ്പോർട്ടാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ തന്നെയാണ്, എനർജി ഒന്നും ആവശ്യമില്ല, ഹയർ ടു ലോവർ ആണ്. പക്ഷെ ഇവിടെ എന്ത് വേണം? ഒരാളുടെ ഹെൽപ്പ് വേണം അല്ലേ, പ്രോട്ടീൻ്റെ ഹെൽപ്പ് വേണം, വിത്ത് ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. അതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്? അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത് ഏത് കേസിലാണ്? ഹൈഡ്രോഫിലിക് മോളിക്യൂൾസിന് ഈ മെംബ്രെയിനിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകണമെങ്കിൽ, ഹൈഡ്രോഫിലിക് മോളിക്യൂൾസിന് പോകണമെങ്കിൽ അല്ലേ,
ഹൈഡ്രോഫിലിക് മോളിക്യൂൾസ് വാട്ടർ ലവിങ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് മെംബ്രെയിനിൽ വാട്ടറിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നോൺ ആസ് പോറിൻസ്, അക്വാ പോറിൻസ് എന്ന് പറഞ്ഞിട്ട്. പ്രോട്ടീൻസ് ദാറ്റ് ഫോം ചാനൽസ്, പ്രോട്ടീൻസ് ദാറ്റ് ഫോം പോഴ്സ് ഇൻ ദ സെൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ അക്വാ പോറിൻസ് ആണ് വാട്ടറിനെ കൊണ്ട് പോകുന്നത്, ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. അതുപോലെ വാട്ടറിൽ സോലബിൾ ആയിട്ടുള്ള മറ്റ് മോളിക്യൂൾസ് ലൈക്ക് ഷുഗർ യൂണിറ്റ്സ് അല്ലേ, സിമ്പിൾ ഷുഗേഴ്സ് ലൈക്ക് ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രക്ടോസ്. ഇതൊക്കെ ഈ ഒരു ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യുന്നവരാണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി പോകുന്നവരാണ്. ഇനി എന്താണ് ഓസ്മോസിസ്, അതും പാസീവ് ട്രാൻസ്പോർട്ടിനകത്ത് വരുന്നതാണ്. ഓസ്മോസിസ് എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇപ്പം ഞാൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞില്ലേ ഇവിടെ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞില്ലേ, വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് മെയിനായിട്ട് നടക്കുന്ന ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞോ, അത് തന്നെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ. വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റഡ് ആണ് വിത്ത് ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻസ്, അത് തന്നെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഓർ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. മനസ്സിലായോ? ഇതിൽ ഡിഫ്യൂഷൻ്റെയും ഓസ്മോസിസിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അത് ഏതെങ്കിലും മെംബ്രെയിൻ അക്രോസ് ആയിട്ട് നടക്കും കേട്ടോ. പക്ഷേ ഓസ്മോസിസ് നടക്കണമെങ്കിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ തന്നെ ആവശ്യമുണ്ട്, മസ്റ്റാണ്. അതായത് വാട്ടറിൻ്റെ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്താവശ്യമുണ്ട്? സെമി പെർമിയബിൾ മെംബ്രെയിൻ ആവശ്യമുണ്ട്. സോ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് നോൺ ആസ് ഓസ്മോസിസ്. ഇത് തന്നെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടറും കേട്ടോ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അത് തന്നെയാണ് എന്ത്? ഓസ്മോസിസ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ബിക്കോസ് നമ്മളത് പ്ലാൻ ട്രാൻസ്പോർട്ടിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ പാസീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞല്ലേ, വൺ മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ. സെക്കൻഡ് ടൈപ്പ് എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ജസ്റ്റ് ഓപ്പോസിറ്റ്. മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്, ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ, മെംബ്രെയിൻ അകത്തേക്കാകാം അല്ലെങ്കിൽ മെംബ്രെയിന് പുറത്തേക്കാകാം അല്ലേ, അക്രോസ് ദ മെംബ്രെയിൻ ഫ്രം ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. ലോവർ ടു ഹയർ, ഓപ്പോസിറ്റ് ആണ് അല്ലേ, ലോവർ ടു ഹയർ. ദാറ്റ് മീൻസ് അപ്പ് ഹിൽ ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് എങ്ങനെയായിരുന്നു? ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ടായിരുന്നു. ആക്റ്റീവ് ആകുമ്പോൾ അപ്പ് ഹിൽ ട്രാൻസ്പോർട്ടാണ്, ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. ഇവിടെ എനർജി ആവശ്യമാണ്, ബിക്കോസ് ഇറ്റ് ഈസ് അപ്പ് ഹിൽ ആയതുകൊണ്ട് ATPയുടെ ആവശ്യമുണ്ട്. ഇറ്റ് ഈസ് അപ്പ് ഹിൽ ട്രാൻസ്പോർട്ട്, എനർജി ഈസ് റിക്വയർഡ് ആൻഡ് ഓൾസോ കാരിയർ പ്രോട്ടീൻസ് ആർ റിക്വയർഡ്. നെസസറിയാണ്, മസ്റ്റാണ്. കാരിയർ പ്രോട്ടീൻസും വേണം, എനർജിയും വേണം. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള മോളിക്യൂൾസ് ആണ് കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഷുഗേഴ്സ്, കോംപ്ലക്സ് മോളിക്യൂൾസ്, അയോൺസ് എക്സെട്ര. ഓക്കെ, ഇവിടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സോഡിയം പൊട്ടാസ്യം പമ്പ്. ഞാൻ പറഞ്ഞു കാരിയർ പ്രോട്ടീൻസ് ഇവിടെ വേണം അല്ലേ, അപ്പോൾ കാരിയർ പ്രോട്ടീൻസ് ഒക്കെ പമ്പ്സ് ആണല്ലേ, ദേ പമ്പ് മോളിക്യൂൾസ് ഫ്രം വൺ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ ടു ദ അതർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. അപ്പം സോഡിയം പൊട്ടാഷ്യം പമ്പ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? സോഡിയം പൊട്ടാഷ്യം ആയിരിക്കും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂകാരിയോട്ടിക് സെല്ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ സെൽ മെംബ്രെയിനെ കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.